ഹായ് ഹലോ ഫ്രണ്ട്സ്, കറുത്തമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷുവും ഈസ്റ്ററൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ചുപൊളിയൊക്കെ ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ള നല്ല വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. 71 സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. 2 വീടുകളും എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നിസ്സാര വിലയിലായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക. വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ടൗണിൽ നിന്നും 10 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത്. കിഴക്കഞ്ചേരി പഞ്ചായത്താണ്. മെയിൻ റോഡിൽ നിന്നും 100 മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. 71 സെൻറ്റ് സ്ഥലമാണ്. 71 സെൻറ്റാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇപ്പോൾ നമ്മളൊരു സ്ഥലം നോക്കാൻ പോകുമ്പോൾ വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഉള്ള ഒരു നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഇതിൽ 1100 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടുണ്ട്. അതുപോലെ തന്നെ ഒരു പഴയ വീടുമുണ്ട്. അപ്പോൾ നമ്മൾ 1100 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം തന്നെ ഈ വീടിനകത്തുള്ള കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. സിറ്റ് ഔട്ട്, അതിന് ശേഷം കടന്നു ചെല്ലുമ്പോൾ വലിയൊരു ഹാളാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വീടാണ്. അപ്പോൾ ഇതാണ് ഹാള്. ഈ ഹാളിലുള്ള സൗകര്യങ്ങളെല്ലാതും ഇങ്ങനെയാണ്. അതുപോലെ തന്നെ 3 ബെഡ്റൂമുകളാണ് ഇതിനകത്തുള്ളത്. ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ഹാള്. ഇനി നമുക്ക് ബെഡ്റൂമുകൾ കണ്ടു നോക്കാം. ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂമാണ്. ഇനി അടുത്ത ബെഡ്റൂം നമുക്ക് കാണാം. വേഗം തന്നെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബാത്റൂം കോമൺ ആയിട്ട് തന്നെ അകത്തുള്ള ഒരു ബാത്റൂമാണ്. ഈ കാണുന്നതാണ് ഒരു ബാത്റൂം. അതിനോട് ചേർന്ന് തന്നെ വേറൊരു റൂമും കാണാൻ പറ്റും. അതുപോലെ അടുത്ത റൂമും. ഇങ്ങനെ 3 ബെഡ്റൂമുകളാണ് ഈ വീടിനകത്ത് മൊത്തത്തിലുള്ളത്. എല്ലാം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. നമുക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണ്. ഇത് ചുറ്റും ജനവാസ മേഖലയാണ്. നിറയെ വീടുകളും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അങ്ങനെ 3 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണും ബാത്റൂം ഇങ്ങനെയാണ്. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. ഇതാണ് ബാത്റൂം. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്റ്റോർ റൂമും അതുപോലെ സ്റ്റൗവൊക്കെ വെച്ചിട്ടുള്ളൊരു കിച്ചണുമാണ്. ഇപ്പോൾ ഇതിൽ സ്റ്റോർ റൂമായിട്ടാണ് ഈ ഭാഗം ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവിടെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാതും ഇങ്ങനെയാണ്. ഇനി ഇതിന് തൊട്ടടുത്ത് ചേർന്നിട്ടാണ് അടുപ്പുള്ളത്. അടുപ്പും പുകയടുപ്പും അതുപോലെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാതും അടുത്ത് തന്നെ ഈ കാണുന്ന ഇവിടെയാണ് പാചകങ്ങളും കാര്യങ്ങളെല്ലാതും ചെയ്യുന്നത്. വിറകടുപ്പും അതുപോലെ തന്നെ ഗ്യാസ് വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇതാണ് വീടിനകത്തുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം. ഇനി പുറത്തുള്ള കാര്യങ്ങളും കൃഷികളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് 1200 സ്ക്വയർ ഫീറ്റിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുപാടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ചുറ്റും ജനവാസ മേഖലയാണ്. വളരെ നിരന്നിട്ടുള്ള സ്ഥലമാണ്. കുന്നുകളോ മലകളോ ചെരുവുകളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ മെഷീൻ പുരയും പുകപ്പുരയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ റബ്ബർ മരങ്ങളാണ് കൃഷിയിൽ മെയിനായിട്ടുള്ളത്. 100ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണുള്ളത്. അപ്പോൾ അത് പുകയ്ക്കാനായിട്ടുള്ള പുകപ്പുരയാണ് നമ്മൾ കാണുന്നത്. നല്ല പാല് ലഭിക്കുന്ന നല്ല ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ 20ഓളം കായ്ക്കുന്ന നല്ല ആദായം ലഭിക്കുന്ന തെങ്ങുകളും ഇവിടെയുണ്ട്. വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ എണ്ണയാട്ടാനും പുറത്തേക്ക് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ വാഹനങ്ങളെല്ലാം അതും വീടിന് മുറ്റം വരെ വന്ന് ചേർന്നൊരു സ്ഥലമാണ്. എല്ലാ വാഹനങ്ങളും കടന്നു വരുന്ന ഒരു ഏരിയയാണ്. ഇനി നമുക്ക് കൃഷികളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കുരുമുളക്, മാവ്, പ്ലാവ്, തേക്ക്, തെങ്ങ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളുമുണ്ട്. അതുപോലെ ഈ സ്ഥലത്ത് തേനീച്ച വളർത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പെട്ടികളിലെല്ലാം ഉള്ളത് തേനീച്ചകളാണ്. തേനും തേനീച്ചയൊക്കെയാണ്. തേനീച്ച കൃഷി നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇത് വെള്ളം, വഴി, കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. വെള്ളത്തിനായിട്ട് ബോർവെല്ലും ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ബോർവെല്ലും അതുപോലെ ഓപ്പൺ കിണറും ഇവിടെയുണ്ട്. വെള്ളം വറ്റാത്തൊരു ഓപ്പൺ കിണറും ഇവിടെയുണ്ട്. കൃഷി ആവശ്യങ്ങൾക്കും വീട്ടാവശ്യങ്ങൾക്കൊക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ 150 മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ, അമ്പലങ്ങൾ, മോസ്ക്, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, സ്കൂള്, ബാങ്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും 150 മീറ്റർ അകലത്തിൽ ലഭ്യമാണ്. അപ്പോൾ പറമ്പും കാര്യങ്ങളും ചുറ്റുപാടൊക്കെ ഇങ്ങനെയാണ്.
ജനവാസ മേഖലയാണ്. എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ്. എല്ലാം നമ്മൾ കണ്ടു. ഇനി ഇതിനകത്ത് വേറൊരു വീട് കൂടിയുണ്ട്. അത് പഴയൊരു വീടാണ്. ആ വീട് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു വീടാണ്. ഇപ്പോൾ തേനീച്ച വളർത്തുന്നവർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വീട് കൂടിയാണ്. വെള്ളം, വഴി, കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇത് അവരുടെ തന്നെ പഴയ വീടാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു കാഴ്ചകളും അതുപോലെ തന്നെ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടുള്ളത്. വളരെ നിസ്സാരമായിട്ടുള്ള വിലയാണ് ഈ സ്ഥലത്തിനാകുന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല, വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ കാണുന്നതാണ് പഴയ വീട്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം വാടകയ്ക്ക് കൊടുക്കാനും പണിക്കാർക്ക് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. വെള്ളവും, വഴിയും, കറണ്ടും അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില കേട്ട് നോക്കാം. ഈ സ്ഥലത്തിനും വീടിനും എല്ലാത്തിനും കൂടി ചോദിക്കുന്നത്, മൊത്ത വില ചോദിക്കുന്നത് 36 ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത്. ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ആദായം ലഭിക്കുന്ന ഒരു ഭൂമിയാണ്. 2 വീടുകളും നല്ലതാണ്. അതുപോലെ ഓപ്പൺ കിണറും കാണാൻ പറ്റുന്നുണ്ട്. ബോർവെൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ മൊത്ത വില ചോദിക്കുന്നത് 36 ലക്ഷം രൂപയാണ്. 36 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചോദിക്കുന്നത്. വീട്, സൗകര്യങ്ങളും പ്രദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല ഒരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത്. വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. ഇതിൽ പഴയ വീടുള്ളത് ആസ്പെറ്റാസ് ആണ്, മറ്റത് വാർത്തിട്ടുള്ള പുതിയ വീടാണ്. ഇത്ര ഡിസ്റ്റൻസ് മാത്രമേ 2 വീടുകളും തമ്മിലുള്ളൂ.